ഡാറ്റ സ്ട്രക്ചർ ഗ്രാഫ്. സോ നമ്മൾ ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഗ്രാഫുകളെ പറ്റിയിട്ടാണ്. ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അത് യൂസ് ചെയ്യണത് നമ്മുടെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ഗ്രാഫുകളുടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെയിനായിട്ടൊരു ഗ്രാഫ് യൂസ് ചെയ്യണത്. സോ ഗ്രാഫ് എന്ന് പറയുന്നത് അതിൽ എഡ്ജസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വേർട്ടിസസ് ഉണ്ടായിരിക്കും. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ് ദാറ്റ് കണക്ട് ദീസ് വേർട്ടിസസ്. സോ ഗ്രാഫിൽ ഇതിൽ നോക്കിയറിയാം, ഫിഗർ നോക്കിയറിയാം, നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതാണ് എന്ത് വേർട്ടിസസ്. ഇതിനെ കണക്ട് ചെയ്യുന്ന ലൈൻസാണ് അതിൻ്റെ എഡ്ജസ് എന്ന് പറയുന്നത്. ഈ നോഡുകളൊക്കെ വേർട്ടിസസും അതിനെ കണക്ട് ചെയ്യുന്നതൊക്കെ അതിൻ്റെ എഡ്ജുമായിരിക്കും. ഇത് നമുക്ക് ഗ്രാഫിലേക്ക് കുറിച്ച് ഡീപ്പായിട്ട് പോവാം. സോ ഗ്രാഫ് എന്ന് പറയുന്നത് മെയിൻലി യൂസ് ചെയ്യണത് ഒരു സിറ്റുവേഷൻസിൽ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിലാണ് മെയിനായിട്ട് ഗ്രാഫ് യൂസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ രണ്ട് പെയേഴ്സിനെ കണക്ട് ചെയ്യണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഗ്രാഫ് എന്നൊക്കെ യൂസ് ചെയ്യാം. സോ ഗ്രാഫിൽ എഡ്ജസിൻ്റെ ആയിരിക്കും, നോട്ട്സിൻ്റെ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും സാധനത്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യാം, ഗ്രാഫുകൾ യൂസ് ചെയ്യാം. നമുക്ക് രണ്ട് നോട്ട്സിനെ കണക്ട് ചെയ്യണം, അങ്ങനെ ചെയ്യണ എഡ്ജ് വരയ്ക്കണം. അപ്പോൾ എന്തായി, അതൊരു ഗ്രാഫായി മാറി. സോ അതിൻ്റെ എക്സാമ്പിൾ കണ്ടോ, എയർലൈൻ ഫ്ലൈറ്റ്, വൺ വേ റൂട്ട്സ്, ഷിപ്പിംഗ് റൂട്ട്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഗ്രാഫിൻ്റെ ഡെഫിനിഷനാണ്. സോ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് സെറ്റ് ഓഫ് വി കോമ ഇ. വി എന്ന് പറയുന്നത് വേർട്ടിസസ് ആണ്, ഇ എന്ന് പറയുന്നത് എഡ്ജസ് ആണ്. അപ്പോൾ വി ഓഫ് ജി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വേർട്ടിസസ്, അതേപോലെ തന്നെ എഡ്ജസ്. ഇവരുടെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് എന്ത്, ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയറിയാം, നമുക്കൊരു ABCEF പറഞ്ഞ ഗ്രാഫ് ഉണ്ട്. അതിൽ ABC എന്നൊക്കെ പറയുന്നത് വെർട്ടെക്സ് ആയിരിക്കും. അതിനെ കണക്ട് ചെയ്യുന്ന ലൈന്, ബ്ലാക്ക് ലൈൻ എന്താണ്, എഡ്ജാണ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് E of G is equal to AB, അതേപോലെ തന്നെ AF, ദെൻ BC BF, CE ആൻഡ് EF. ഇതാണ് എന്ത് കണക്ഷൻ വരണത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ടൈപ്സ് ഓഫ് ഗ്രാഫാണ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അൺഡയറക്റ്റഡ് ഗ്രാഫ്. സോ അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്, ഡു നോട്ട് ഹാവ് ഡയറക്ഷൻസ് ഇല്ലാത്ത ഗ്രാഫുകളെ നമ്മൾ എന്ത് പറയുന്നത്, അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. സോ അൺഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് 2-way റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഇവിടെ നോക്കി നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ABCEF പറഞ്ഞ ഗ്രാഫിലെ ഇതെന്താണ്, അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. കാരണം ഡയറക്ഷൻസ് ഇല്ല. അപ്പോൾ ഇവർക്ക് എങ്ങനെയൊക്കെ കണക്ഷൻസ് വരാം, A to B കണക്ഷൻസ് വരാം, അതേപോലത്തെ B to Aയും കണക്ഷൻ വരാം. അങ്ങനത്തെ ഗ്രാഫുകൾ വിളിക്കുന്ന പേരാണ് എന്ത്, അൺഡയറക്റ്റഡ് ഗ്രാഫ്. അതായത് അവർക്ക് കണക്ഷൻ പറയുന്നത് 1 വേ ആയിരിക്കില്ല, 2-way റിലേഷൻഷിപ്പ് ആയിരിക്കും അവരുടെ കണക്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് AB പറയാം, BA എന്ന് പറയാം. അങ്ങനെ പറയുന്ന ആൾക്കാർ എന്ന് പറയുക അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് ഹാവിങ് ഡയറക്ഷൻസ് ഉള്ള ഗ്രാഫിനാണ് നമ്മൾ ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതൊരു 1-way റിലേഷൻഷിപ്പാണ്. ഇവിടെ നോക്കിയാൽ A to B, B to A ഉണ്ടോ, ഇല്ല. സോ A to B, B to C, C to E. അതാണ് കാരണം 1-way റിലേഷൻഷിപ്പാണ് ഇവിടെ ഡയറക്റ്റഡ് ഗ്രാഫിൽ വരണത്. നെക്സ്റ്റ് നോക്കാൻ പോണത് എന്താണ്, ഇഫ് എഡ്ജസ് ഇൻ യുവർ ഗ്രാഫ് ഹാവ് വെയിറ്റ് ദെൻ യുവർ ഗ്രാഫ് ഈസ് സെറ്റ് ടു ബി വെയ്റ്റഡ് ഗ്രാഫ്. സോ വെയ്റ്റഡ് ഗ്രാഫ് എന്താണ്, അൺവെയ്റ്റഡ് ഗ്രാഫ് എന്നതാണ്. സോ നമ്മുടെ ഗ്രാഫിൽ വെയ്റ്റുകൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വെയ്റ്റഡ് ഗ്രാഫാണ്. വെയ്റ്റ് ഇല്ലെങ്കിൽ അതെന്തായിരിക്കും, അതൊരു അൺവെയ്റ്റഡ് ഗ്രാഫായി മാറും. സോ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് വെയ്റ്റഡ് ഗ്രാഫാണ്, വെയ്റ്റുകളൊന്നും ഇല്ല, അങ്ങനത്തെ ഗ്രാഫുകൾ വിളിക്കുന്ന പേരാണ് അൺവെയ്റ്റഡ് ഗ്രാഫ്. ദെൻ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് നോക്കാം. സോ ഫസ്റ്റ് ടെർമിനോളജി എന്താണ് വെർട്ടെക്സ് അല്ലെങ്കിൽ നോഡ് എന്താണെന്നാണ്. ഇൻഡിവിജ്വൽ ഡാറ്റ എലമെൻറ്റ് ഓഫ് ഗ്രാഫ്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫിൽ ABCEF എന്ന് പറയുന്ന ആൾക്കാരാണ് എന്താ, വെർട്ടെക്സ് അല്ലെങ്കിൽ നോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, എന്താണ് എഡ്ജ്. എഡ്ജ് എന്ന് പറയുന്നത് രണ്ട് നോഡുകളെ കണക്ട് ചെയ്യുന്ന ഒരു ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്, എഡ്ജ് എന്ന് പറയുന്നത് അല്ലേ. കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ 2 വേർട്ടിസസ്. രണ്ട് വേർട്ടിസസ് തമ്മിൽ ലിങ്ക് വരികയാണെങ്കിൽ അവരെന്ത് വിളിക്കുക, നമുക്ക് എഡ്ജ്. എഡ്ജിന് 3 ടൈപ്പ് ഉണ്ട് നമുക്ക്, അൺഡയറക്റ്റഡ് എഡ്ജ്, ഡയറക്റ്റഡ് എഡ്ജ്, വെയ്റ്റഡ് എഡ്ജ് അല്ലേ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് അഡ്ജസൻറ്റ് നോഡ്സ് എന്നതാണ്. അഡ്ജസൻറ്റ് നോഡ് എന്ന് പറയുന്നത് ദാറ്റ് കണക്ട് നോഡ്സ് U ആൻഡ് V. യുവിനും വിനും കണക്ട് ചെയ്യുന്ന ഒരു നോഡിനെ വിളിക്കുന്ന പേരാണ് എന്താ, അഡ്ജസൻറ്റ് നോഡ് എന്ന് പറയുന്നത്.
ആൻഡ് ദി എൻഡ് പോയിന്റ്സ് ആൻഡ് സെറ്റ് ടു ബി ദ അഡ്ജസൻറ്റ് നോഡ്സ് ഓർ നെയ്ബർ നോഡ്സ്. അതായത് ഈ യു ആൻഡ് ബിയിലെ എൻഡ് പോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഈ ഒരു അഡ്ജസൻറ്റ് നോഡ്സ് എന്ന് പറയുന്നത് അല്ലേ. എ ബി എ എഫ് അങ്ങനെ ഒരു നോഡിൽ നിന്ന് രണ്ടെണ്ണം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു അഡ്ജസൻറ്റ് നോഡ്സ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഡിഗ്രി ഓഫ് എ നോഡ് എന്നതാണ്. സോ ഡിഗ്രി ഓഫ് എ നോഡ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് ദ നോഡ് യു. ആ നോഡിൽ എത്ര എഡ്ജസ് ഉണ്ടാവാം അതാണ് എന്ത്, അതിൻ്റെ ഡിഗ്രി. ആ നോഡിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് കണ്ടെയ്നിങ് ദ നോഡ്. സോ ഇപ്പോൾ എ എന്ന് പറയുന്ന ഗ്രാഫിൽ നോക്കാം, ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, 2 അല്ലേ. കാരണം എ ടു ബി കണക്ഷൻ ഉണ്ട്, എ ടു എഫും കണക്ഷൻ ഉണ്ട്. സോ എൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2. നെക്സ്റ്റ് നോക്കുക എന്ത്, പാത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പോകുന്ന ഈ ഒരു ഗ്രാഫിൻ്റെ സോഴ്സ് ഡെസ്റ്റിനേഷൻ എന്തൊക്കെ വരുന്നുണ്ട് അതാണ് എന്ത്, പാത്ത് എന്ന് പറയുന്നത്. പാത്തിന് 3 തരമുണ്ട് നമുക്കറിയാം, ക്ലോസ്ഡ്, സിമ്പിൾ, സൈക്കിളും. ദെൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്ത്, കണക്റ്റഡ് ഗ്രാഫ്. സോ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത് 2 വേർട്ടീസസിനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇസ് എ കണക്റ്റഡ് ഗ്രാഫ് അല്ലേ. യു ടു വി ഒരു കണക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കണക്റ്റഡ് ഗ്രാഫ്. നെക്സ്റ്റ് കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് അതായത് എല്ലാ നോഡ്സ് ഫുള്ളി കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഗ്രാഫ് കംപ്ലീറ്റഡ് ഗ്രാഫാണെന്ന് പറയാൻ പറ്റും. അതായത് ഒരു നോഡിൽ നിന്ന് എല്ലാ നോഡിലേക്കും അതിനൊരു കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ കംപ്ലീറ്റ് ഗ്രാഫ്. ദെൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മളെന്താണ്, റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫാണ്. സോ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് വെച്ചിട്ടുണ്ട്, അതേപോലെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം മെട്രിക്സ് വെച്ച് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ കുറേ വണ്ണുകളും 1s and 0s കാണാൻ പറ്റും. ഈ വണ്ണുകളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണത് എഡ്ജിനെയാണ് വണ്ണൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണത്. ദെൻ 0s റെപ്രസെൻറ്റ് ചെയ്യണത് അവിടെ എഡ്ജുകളില്ല എന്നാണ് 0s റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n raised to 2 ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നോക്കാം, എ ടു എ എന്ന് പറയുന്നത് എന്താണ്, അതിന് എഡ്ജ് ഉണ്ടോ, ഇല്ല. സോ ദാറ്റ് ഈസ് 0. ദെൻ എ ടു ബി എഡ്ജ് ഉണ്ട്, എ ടു സി എഡ്ജ് ഉണ്ട്, എ ടു ഡി എഡ്ജ് ഉണ്ട്, എ ടു ഇ എഡ്ജ് ഉണ്ടോ, ഇല്ല. അപ്പോൾ 0. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫുള്ളാക്കേണ്ടത്. സോ നമുക്ക് എ ടു ബി കണക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ 1 എഴുതി, എ ടു ഡി കണക്ഷനിൽ 1 എഴുതി, എ ടു ബി കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് 0 എഴുതി. അങ്ങനെ ബി ടു എ കണക്ഷൻ ഉണ്ട് 1, ബി ടു ബി കണക്ഷൻ ഉണ്ടോ 0, ബി ടു സി കണക്ഷൻ ഉണ്ടോ ഇല്ല 0, ബി ടു ഡി 1, ബി ടു ഇ 1, സി ടു എ കണക്ഷൻ ഉണ്ട് 1, സി ടു ബി കണക്ഷൻ ഉണ്ടോ ഇല്ല 0, സി ടു സി കണക്ഷൻ ഉണ്ടോ ഇല്ല 0, സി ടു ഡി കണക്ഷൻ ഉണ്ട് 1, സി ടു ഇ കണക്ഷൻ ഇല്ല 0. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫിനെയും ഡയറക്റ്റഡ് ഗ്രാഫിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എഴുതാൻ പറ്റും. അതാണ് എന്ത്, അഡ്ജസൻസി മെട്രിക്സിലെ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് നോക്കുക ലിസ്റ്റ്, ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെ നോക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് എങ്ങനെ വരാം, എ ടു ബി കണക്ഷൻ ഉണ്ട്, ദെൻ ബി ടു സി കണക്ഷൻ ഉണ്ടോ ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആ ലിസ്റ്റിനെ നമ്മൾ നള്ള് വെച്ചിട്ട് എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവോ ഇല്ല അല്ലേ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ദെൻ ബി ടു ഡി ഡി ടു ഇ കണക്ഷൻ ഉണ്ട്, ദെൻ അവിടെ എന്ത് ചെയ്തു, നമ്മൾ ക്ലോസ് ചെയ്തു. ഇ ടു പണ്ടൊരു കണക്ഷൻ വരുന്നുണ്ടോ ഇല്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് വന്നത് അല്ലേ. ദെൻ സി ടു ഡി കണക്ഷൻ ഉണ്ട്, ദെൻ ഡി ടു ഡി കണക്ഷൻ, ഡി ടു നെക്സ്റ്റ് കണക്ഷൻസ് വേറെ വരുന്നുണ്ടോ ഇല്ല, സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ എ ടു ബി കണക്ഷൻ ഉണ്ട്, ബി ടു സി കണക്ഷൻ ചെയ്തു, ദെൻ സി ടു ഡി. അങ്ങനെ എന്ത് നമ്മൾ അഡ്ജസ്റ്റ് ലിസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്താൽ അല്ലേ, നമ്മൾ കണക്ഷൻസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ലിസ്റ്റ് ഫില്ല് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് 2 തരം ഗ്രാഫ് ട്രാവേഴ്സൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത് BFS, ദാറ്റ് ഈസ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. നെക്സ്റ്റ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, ദാറ്റ് ഈസ് DFS. ഫസ്റ്റ് നമുക്ക് എന്താണ് BFS എന്ന് നമുക്ക് നോക്കാം. സോ BFS എന്ന് പറയുന്നത് ഒരു അൽഗോരിതം ആണ് അല്ലേ. that is used to traverse a graph in a breadthward motion and uses a cue to remember to get the next vertex to start a search when a dead end occurs in any iteration. So ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് കിട്ടിയ ആളിനെ എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ആദ്യം അൺവിസിറ്റഡ് ആയിട്ടുള്ള വേർട്ടെക്സിനെ വിസിറ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണം, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യണം, എന്നിട്ട് അതിനെ ക്യൂവിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഫസ്റ്റ് റൂള്. സെക്കൻഡ് റൂള്, നമുക്ക് അഡ്ജസൻസ് വേർട്ടെക്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വെർട്ടെക്സിനെ ക്യൂവിൽ നിന്ന് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം.
ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, ഈ 1ഉം 2ഉം റിപ്പീറ്റ് ചെയ്യാൻ നമ്മുടെ ക്യൂ എന്താവണ വരെ, എം ടി ആവണ വരെ. ഈ 3 റൂളാണ് ഈ ഒരു BFSൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. ആദ്യം നമ്മൾ എനെടുത്തു, ദെൻ നമ്മൾ ആരെടുത്തു, എനെടുത്തു, നമ്മൾ എൻ്റെ അഡ്ജസൻസി വെർട്ടെക്സിനെ എടുത്തു അല്ലേ, D, E ആൻഡ് ഓൾസോ B എടുത്തു. നമ്മൾ ആരെ കൺസിഡർ ചെയ്യണം, എനെ റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡീനെ കൺസിഡർ ചെയ്യുക. ദെൻ ഡീനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡീൻ്റെ അഡ്ജസൻസി ആരൊക്കെയാണ്, E ഉണ്ട്, അതേപോലെ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ, ഇല്ല അല്ലേ. ദെൻ ഡീൻ്റെ അഡ്ജസൻസി ഓൾറെഡി എടുത്തു, അപ്പോൾ കുഴപ്പമില്ല. ദെൻ E നോക്കി നോക്കുക, ഈൻ്റെ അഡ്ജസൻസി ആർക്കുള്ള, C ഉണ്ട്, F ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, അവരെ പുഷ് ചെയ്യാണ്ട് ഈനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പോൾ കറൻ്റ്ലി B, C, F മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ബീനെ കൺസിഡർ ചെയ്യുക, ബീൻ്റെ അഡ്ജസൻസി ആരൊക്കെയാണ്, C, E, F, അവരൊക്കെ ഓൾറെഡി പുഷ് ചെയ്താണ്, അപ്പോൾ ബീനെ മെല്ലെ റിമൂവ് ചെയ്യാം. നെക്സ്റ്റ് C നോക്കുക, സീൻ്റെ അഡ്ജസൻസി ആരൊക്കെയുള്ള, Gനുള്ളൂ അല്ലേ. ദെൻ Gനെ മാർക്ക് ചെയ്യുക, അപ്പോൾ അതിൻ്റെ Cനെ റിമൂവ് ചെയ്യുക, അപ്പോൾ Fഉം G മാത്രമാവും. ദെൻ Fനെ നോക്കുന്ന സമയത്ത് എല്ലാവരെയും പുഷ് ചെയ്താണ് നമ്മൾ, അപ്പോൾ നോക്കേണ്ട കാര്യമില്ല, ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് Gനെ ഉണ്ടാവും. ദെൻ എന്ത് ചെയ്യുക, Gനെ ഒഴിവാക്കുക. എന്താ എന്ത് ചെയ്യുക, താഴത്തെ ഈ ഒരു നമ്മളിപ്പോൾ ഈ എടുത്ത രീതിയിൽ എന്ത് ചെയ്യണം, ഒരു സ്പാനിങ് ട്രീ നമ്മൾ വരയ്ക്കണം. നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് A, D, E, B, C, F, G. ഇതാണ് എന്ത് നമ്മുടെ BFS വരണത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടോ, ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്തു, നമ്മൾ എനെ ചൂസ് ചെയ്തു. ദെൻ എൻ്റെ അഡ്ജസൻസി D, E, Bനെ ചൂസ് ചെയ്തു. ദെൻ എനെ റിമൂവ് ചെയ്തു. നമ്മൾക്ക് ആരെങ്കിലും ഇൻസേർട്ട് ചെയ്യുന്ന അവർ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡീനെ ചൂസ് ചെയ്തു. ഡീനെ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഡീൻ്റെ അഡ്ജസൻസി ആരെങ്കിലും ഇടാണ്ടെന്ന് നോക്കി നോക്കുക, ഇല്ല എല്ലാവരും ആഡ് ആണല്ലേ. ഡീനെ റിമൂവ് ചെയ്തു, ബാക്കി E, B ഉണ്ടാവും. ദെൻ ഈനെ നോക്കുക, ദെൻ ബി നോക്കുക, അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ നോക്കി വരണം. ദെൻ നെക്സ്റ്റ് വരണ എന്ത്, DFS, ദാറ്റ് ഈസ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. അതെന്താ വെച്ചാൽ ട്രാവേഴ്സ് എ ഗ്രാഫ് ഇൻ എ ഡെപ്ത്വാർഡ് മോഷൻ ആൻഡ് യൂസസ് എ സ്റ്റാക്ക് ടു റിമെമ്പർ ടു ഗെറ്റ് ദി നെക്സ്റ്റ് വെർട്ടെക്സ് ടു സ്റ്റാർട്ട് എ സെർച്ച് വെൻ എ ഡെഡ് എൻഡ് ഒക്കേഴ്സ് ഇൻ ഇറ്ററേഷൻ. സോ ഡെപ്തിൽ നമ്മൾ നോക്കുന്നത് സ്റ്റാക്കാണ്, അല്ലെ BFSൽ നോക്കുന്നത് എന്താണ്, ക്യൂ ആണ്. ഇവിടെ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യണം അല്ലേ, അൺവിസിറ്റഡ് വെർട്ടെക്സിനെ വിസിറ്റ് ചെയ്യണം. ദെൻ വിസിറ്റ് ചെയ്തതുപോലെ മാർക്ക് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. ദെൻ സ്റ്റാക്കിലൂടെ എന്ത് ചെയ്യണം, അതിനെ പുഷ് ചെയ്യണം. വെർട്ടെക്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ വെർട്ടെക്സിനെ സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യണം, കളയണം, പോപ്പ് ചെയ്ത് കളയണം. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇതേപോലെ സ്റ്റാക്ക് എംപ്റ്റി ചെയ്യണം. ഈ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്തുകൊണ്ടേ പോകാം. സോ ഇവിടെ നിന്ന് ആദ്യം നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാക്ക് വരയ്ക്കുക. ആദ്യം എന്ത് ചെയ്തു, നമുക്ക് ആരാണ്, A ആണല്ലേ. സോ നമ്മൾ Aനെ എന്ത് ചെയ്തു, പുഷ് ചെയ്തു. ദെൻ എന്ത് ചെയ്യുക, എൻ്റെ ഒരു അഡ്ജസൻറ്റ് വെർട്ടെക്സ് ആയ Bനെ എന്ത് ചെയ്തു, സ്റ്റാക്കിലൂടെ ഇട്ടു. ദെൻ സെക്കൻഡ് റൂൾ എന്താ പറയണത്, നമ്മൾ Aനെ Bനെ എടുത്തു. ദെൻ ബീൻ്റെ നെക്സ്റ്റ് ആരാ നോക്കി നോക്കുക, C ആണ് ചൂസ്, Cനെ എടുത്തു. ദെൻ Cൻ്റെ നെക്സ്റ്റ് വെർട്ടെക്സ് ആരാണ്, നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് Eനെയാണ്. സോ പുഷ് ഓൺ ടു ദ സ്റ്റാക്ക്. ദെൻ നെക്സ്റ്റ് Eൻ്റെ നെക്സ്റ്റ് എടുക്കുന്നത് ആരെയാണ്, Dനെ എടുക്കുന്നത്. ദെൻ ആ Dനെ എന്ത് ചെയ്യണം, നമ്മൾ നേരെ എന്ത് ചെയ്യണം, അതിലോട്ട് വീണ്ടും പുഷ് ചെയ്യണം. ദെൻ D പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കി നോക്കുക അല്ലേ, D പുഷ് ചെയ്യുന്ന സമയത്ത് നോക്കി നോക്കുക, അതായത് ദർ ഈസ് നോ ന്യൂ വെർട്ടെക്സ് ടു ബി വിസിറ്റഡ് ഫ്രം D നമുക്ക് ഒരു ന്യൂ വെർട്ടെക്സ് വിസിറ്റ് ചെയ്യാനില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് ട്രാക്ക് ചെയ്യണം Dയിലോട്ട്. ദെൻ പോപ്പ് D ഫ്രം ദി സ്റ്റാക്ക് അല്ലേ. ദെൻ Dനെ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യാം. ദെൻ നമുക്ക് Eന്ന് നെക്സ്റ്റ് വെർട്ടെക്സ് ചൂസ് ചെയ്യാം, ദാറ്റ് ഈസ് നമ്മൾ F ചൂസ് ചെയ്തു. ദെൻ ആ Fനെ സ്റ്റാക്കിലൂടെ പുഷ് ചെയ്യണം. ദെൻ നമുക്ക് Fന്ന് ആരൊക്കെ ചൂസ് ചെയ്യാം, Gയിലോട്ട് ചൂസ് ചെയ്തു. ദെൻ Gനെ എന്ത് ചെയ്തു, സ്റ്റാക്കിലൂടെ ഇട്ടു. ദെൻ എന്ത് ചെയ്യുക, Gനെ പോപ്പ് ചെയ്യുക. ദെൻ Gയിൽ പുതിയ വെർട്ടെക്സിന് വിസിറ്റ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, Fനെ പോപ്പ് ചെയ്യുക. ദെൻ അങ്ങനെ എല്ലാവരെയും പോപ്പ് ചെയ്യുക, Eനെ പോപ്പ് ചെയ്യുക, Cനെ പോപ്പ് ചെയ്യുക, Bനെ പോപ്പ് ചെയ്യുക, അറ്റ് ലാസ്റ്റ് Aനെ എന്ത് ചെയ്യുക, പോപ്പ് ചെയ്യുക. ഇതാണ് എന്താ DFS. സോ DFSൻ്റെ ഗ്രാഫ് ABCEDFG എന്നത് വരിക. സോ ഇതാണ് എന്താ നമ്മുടെ DFS എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്ത് പോകണേ എന്ത് പറയുക, നമ്മൾ DFS എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ Aനെ കൺസിഡർ ചെയ്യുകയാണ്. സോ A മീൻസ് സ്റ്റാർട്ടിങ് വെർട്ടെക്സ് ആണ്. പിന്നെ Aനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. പിന്നെ Aൻ്റെ അഡ്ജസൻസി ആരാണ്,
ബി ആണ്. ബീനെ നമ്മൾ ചൂസ് ചെയ്യാണ്. ദെൻ അത് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ദെൻ ബീൻ്റെ അഡ്ജസൻസി ആരും നമ്മൾ ചൂസ് ചെയ്തു, സിനെ ചൂസ് ചെയ്തു, അത് സ്റ്റാക്കിലോട്ട് കയറ്റി. ദെൻ സീൻ്റെ നമ്മൾ ചൂസ് ചെയ്ത ആരെയാണ്, ഇനെ ചൂസ് ചെയ്തു, അത് നേരെ മുകളിലേക്ക് കയറ്റി. നമ്മൾ നോക്കുക ഇൻ്റെ അഡ്ജസൻസി നമ്മൾ ആരിട്ടു, ഡീനിട്ടു, അതും കയറ്റി അല്ലേ. ഇനി ഡീന്ന് എവിടേക്കൊന്നും പോവാണ്ടോ ഇല്ല, എല്ലാവരും നമ്മൾ വിസിറ്റ് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ സിറ്റുവേഷൻ എന്ത് ചെയ്യണം, ഡീനെ പോപ്പ് ചെയ്യണം അല്ലേ. ഡീനെ പോപ്പ് ചെയ്ത് നെക്സ്റ്റ് അടുത്ത ആളെ നോക്കി നോക്കുക, ഇന്ന് അടുത്ത ആളെ നമ്മൾ ചൂസ് ചെയ്തു, എഫിനെ ചൂസ് ചെയ്തു. ദെൻ എഫ് എന്ന് ജീനെ ചൂസ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു നോക്കുക, ഞാനെല്ലാം ഉണ്ടോ നോക്കുക, ഇല്ല. മെല്ലെ ജീനെ കട്ട് ചെയ്യുക. ദെൻ എഫ് ഇ സി ബി എ അല്ലേ. അറ്റ് ലാസ്റ്റ് നമ്മുടെ സ്റ്റാക്ക് എം ടി ആയിട്ട് മാറും. ഇത് നമുക്ക് എന്തെങ്കിലും കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത്, ഇൻ സർക്യൂട്ട് നെറ്റ്വർക്ക് പോയിന്റ്സ് ഓഫ് കണക്ഷൻസ് ആർ ഡ്രോൺ ആസ് വേർട്ടിസസ് ആൻഡ് കമ്പോണൻറ്റ് വയേഴ്സ് ബിക്കം ദി എഡ്ജ് ഓഫ് ദി ഗ്രാഫ്. സോ അതിൻ്റെ പോയിന്റ്സ് എന്ന് പറയുന്നത് വേർട്ടിസസ് എടുത്തു, അതിൻ്റെ വയർ എന്ന് പറയുന്നത് നമ്മൾ എന്തെടുത്തു, എഡ്ജായിട്ടും എടുത്തു. In transport networks where stations are drawn as vertices, route become the edges of the graph. ഇതാണ് എന്ത്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്. സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്ജസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാഫിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. സോ അവർ മൊഡ്യൂൾ 4 ഏകദേശം കംപ്ലീറ്റ് ആയി. സോ അവർ മൊഡ്യൂൾ 4 ഈസ് കംപ്ലീറ്റഡ്. താങ്ക് യു.